ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 30. നിങ്ങളുടെ പ്രയത്നം ദൈവത്തിന് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ഞാൻ എഴുതിക്കൊണ്ടിരുന്ന മാസിക പ്രാധാന്യമുള്ളതായി തോന്നിയതിനാൽ ഉയർന്ന റാങ്കുള്ള എഡിറ്റർക്ക് സാധ്യമായ ഏറ്റവും മികച്ച ലേഖനം അവതരിപ്പിക്കുവാൻ ഞാൻ പാടുപെട്ടു. അതിന്റെ നിലവാരത്തിലെത്താൻ സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നതിനാൽ ഞാൻ എൻ്റെ ആശയങ്ങളും ചിന്തകളും വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ എന്തായിരുന്നു എൻ്റെ പ്രശ്നം? അതെന്റെ വെല്ലുവിളി നിറഞ്ഞ വിഷയമായിരുന്നോ? അതോ എൻ്റെ യഥാർത്ഥ ആകുലത തികച്ചും വ്യക്തിപരമായിരുന്നോ? എഡിറ്റർ എൻ്റെ വാക്കുകളെ മാത്രമല്ല എന്നെയും അംഗീകരിക്കുമോ എന്ന ഉത്കണ്ഠ. നമ്മുടെ ജോലി സംബന്ധമായ ആകുലതകളിൽ പൗലോസ് നമുക്ക് വിശ്വാസയോഗ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. കൊലോസ്യ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വിശ്വാസികളോട് ആളുകളുടെ അംഗീകാരത്തിനു വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. പൗലോസ് നൽകിയ ജ്ഞാനത്തിന്റെ പ്രതിഫലനമെന്നോളം നമ്മുടെ ഭൗതികരായ യജമാനന്മാരുടെ മുൻപാകെ നല്ലവരാകുവാനുള്ള യത്നം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും നാം അവരെ ബഹുമാനിക്കുകയും നമ്മുടെ മികച്ചത് അവർക്ക് നൽകുകയും വേണം. എന്നാൽ നാം നമ്മുടെ പ്രവൃത്തി കർത്താവിനെന്ന പോലെ തനിക്കായി നമ്മുടെ പ്രവൃത്തിയെ നയിക്കുവാനും അഭിഷേകം ചെയ്യുവാനും ആവശ്യപ്പെടുമ്പോൾ അവിടുന്ന് നമ്മുടെ അധ്വാനത്തിന്മേൽ വെളിച്ചം പകരും. നമ്മുടെ പ്രതിഫലം നമ്മുടെ ജോലിയുടെ സമ്മർദ്ദം കുറയുകയും നമ്മുടെ കർത്തവ്യം പൂർത്തിയാവുകയും ചെയ്യും. അത് മാത്രമല്ല, നാം ഒരു നാൾ അവിടുന്ന് പറയുന്നത് കേൾക്കും, നീ നന്നായി ചെയ്തു. ചിന്തിക്കുക, നിങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരുടെയോ നിങ്ങളെ തന്നെയോ പ്രസാദിപ്പിക്കുവാനുള്ള സമ്മർദ്ദം എന്താണ്? നിങ്ങൾ ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഓരോ ഘട്ടത്തിലും എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക? ദൈവത്തിന് മഹത്വം.